വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ പിതാവായ കർത്താവേ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. യെശയ്യാവ് 64 അധ്യായം 8 വാക്യം. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയ്ക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ സ്വീകാര്യം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ നമ്മെ സ്നേഹിക്കുകയും എല്ലാ ആനുകൂല്യങ്ങളും പൂർണ്ണമായി നൽകുകയും ചെയ്യുന്നത്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥന ആരംഭിക്കാൻ അവരെ പഠിപ്പിച്ചു. സുവിശേഷങ്ങളിൽ യേശു പല അവസരങ്ങളിലും നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എന്നിവയെക്കുറിച്ച് പതിവായി പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അന്ധരായ കുട്ടികൾക്കുള്ള ഒരു സ്കൂളിൽ പോയി. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. ക്രിസ്തുമതത്തെ വെറുക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ ഒരാളെ വിളിച്ച് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. ആ കുട്ടി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മനോഹരമായൊരു ഗാനം ആലപിച്ചു. ആ ഉദ്യോഗസ്ഥന് ദേഷ്യം വന്നു. അവൻ വിദ്യാർത്ഥിയെ നോക്കി ചോദിച്ചു, യേശുക്രിസ്തു ഒരു സ്നേഹവാനായ പിതാവാണെങ്കിൽ അവൻ എന്തിനാണ് നിങ്ങളെ അന്ധനായി സൃഷ്ടിച്ചത്? അവനോട് ചോദിച്ചു. വിദ്യാർത്ഥി വളരെ ശാന്തമായി പറഞ്ഞു, എന്റെ പരമപിതാവിനും ഇതറിയാം. എന്റെ ബലഹീനതയിൽ അവന്റെ ശക്തി പൂർണ്ണമാകും. ഈ മറുപടി കേട്ടപ്പോൾ ഉദ്യോഗസ്ഥൻ നാണിച്ചു. നിത്യനായ പിതാവ് എല്ലാം അറിയുന്നു. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നാം ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നതെന്ന്. എന്നാൽ നിത്യനായ പിതാവ് എല്ലാം അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ എല്ലാം നന്മയ്ക്കായി മാറ്റും. നിരാലംബരായ കുട്ടികൾക്ക് കർത്താവ് പിതാവാണ്. അനാഥകളെ ഒന്നും അവൻ കൈവിടുകയുമില്ല. ഒരു അപകടത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മൗറീസ് സെറുല്ലായോട് കർത്താവിന് അനുകമ്പ തോന്നി. അവനെ ലോകമറിയുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകനായി ഉയർത്തിയതായി നാം ചരിത്രത്തിൽ കാണുന്നു. ഇസ്രായേലിന്റെ അനന്തരാവകാശമായി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യോം കിപ്പൂർ യുദ്ധം ആരംഭിച്ചു. ഇസ്രായേലിലെ എല്ലാ യുവാക്കളും തങ്ങളുടെ രാജ്യം സംരക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് പോരാടി. 14 കോടി അറബികളോട് അവർ ധീരമായി പോരാടി. ഇസ്രായേൽ രാഷ്ട്രം വിജയിച്ചെങ്കിലും എണ്ണമറ്റ സൈനികരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. അപ്പോൾ പിതാക്കന്മാരെ നഷ്ടപ്പെട്ട കുട്ടികൾ ഇസ്രായേൽ പാർലമെന്റിന് ചുറ്റും ഒത്തുകൂടി. ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾക്ക് തരൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കർത്താവ് അവരുടെ നിലവിളി കേട്ടു. പിന്നീടുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും ഇസ്രായേലിക്ക് വിജയം നൽകി. പിതാവില്ലാത്ത മക്കൾക്ക് പിതാവായി. കർത്താവ് യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 11 വാക്യത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ അനാഥന്മാരെ ഉപേക്ഷിക്ക, ഞാൻ അവരെ ജീവനോടെ രക്ഷിക്കും. നിന്റെ വിധവന്മാർ എന്നിൽ ആശ്രയിക്കട്ടെ എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 89 അധ്യായം 26 വാക്യം. അവൻ എന്നോട്, നീ എന്റെ പിതാവ്, എന്റെ ദൈവം, എന്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോബ് 25, 26, 27 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 12 അധ്യായം. ആമേൻ.